ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. വീട്ടിലെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റുന്നില്ല, ഒന്നും വെക്കാൻ സ്ഥലമില്ല, ഒന്നും ഒതുക്കി വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായി യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ലാതെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായി നമ്മുടെ ഈ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഉപയോഗിക്കാത്ത പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇതിപ്പോ ഉപയോഗിക്കാത്ത പ്ലേറ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ എന്റെ കയ്യിൽ ഫൈബറിന്റെ പ്ലേറ്റ് ഇല്ല. ഫൈബറിന്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തോളൂ. ഇതിന് ഏറ്റവും നല്ലത് ഫൈബറിന്റെ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ. ഫൈബറിന്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സെറാമിക്കിന്റെ ഉപയോഗിക്കാത്ത പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിന്റെ വേണമെങ്കിൽ സ്റ്റീലിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത പ്ലേറ്റ് ഏതാണോ അത് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് 2 പ്ലേറ്റ് ആണ് വേണ്ടത്. പിന്നെ പ്ലേറ്റ് എടുക്കുന്ന ടൈമിൽ ഒന്ന് ഇതുപോലെ വലിയ സൈസും പിന്നെ ഒന്ന് ചെറുതും ആ ഒരു രീതിയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെ വൈറ്റ് പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു കുപ്പിയാണ്. കുപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വലിയ ഗ്ലാസ്, അതൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കുപ്പിയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ആണ്. ഗ്ലൂ ഗണ്ണിനെക്കാട്ടും കൂടുതൽ നല്ലത് ഫെവിക്വിക്ക് പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നത് മാത്രം. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഫെവിക്വിക്ക് പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗം തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി ഈ ഒരു കുപ്പി നമുക്ക് ഈ ഒരു വലിയ പ്ലേറ്റിന്റെ സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് സെന്ററിലാവണം കേട്ടോ. ഇതുപോലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് കറക്റ്റ് സെന്ററിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കൂടി മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. കറക്റ്റ് സെന്ററിലായിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കുപ്പിയുടെ മുകൾ ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാൻ പാടില്ല, സൂപ്പർ ഗ്ലൂ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് പ്ലേറ്റ് ഒക്കെ പോലുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഈ ഒരു ഗ്ലൂ ഗണ്ണ് പറ്റിപ്പിടിച്ച് നിൽക്കില്ല, പെട്ടെന്ന് അളുകി പോരും കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് സൂപ്പർ ഗ്ലൂ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പ്ലേറ്റ് അതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാവുക. ഇപ്പൊ ഇത് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇത് എന്റെ കയ്യിലുള്ള കുറച്ച് കുപ്പികളൊക്കെ ഇതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അടുക്കളയിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് താഴെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് കുപ്പികളിലൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ കുപ്പികളൊക്കെ വെക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിലോട്ട് കുപ്പികൾ മാത്രമല്ല, ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് എന്റെ കയ്യിലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒരു പൈസ ചെലവില്ലാതെയാണ് നമ്മൾ ഇതുപോലുള്ള കിടിലൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇതുപോലെ പഴയ പ്ലേറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കളറുള്ള കവറാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ അത്യാവശ്യം കട്ടിയുള്ള കവറാണ്, മാത്രമല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഷീറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതായത് ഒരു പീസ് മാത്രമേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് 2 ഭാഗവും ഒന്നിച്ചു വെച്ചതിന് ശേഷം ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ 2 സൈഡിൽ നിന്നുമായിട്ട് നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു അടപ്പോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ മുകളിലായിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ഈ ഒരു റൗണ്ട് തീരുന്നത് വരെ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കാം. അതിനുശേഷം കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ റബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പിലോട്ട് വരും. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നമ്മുടെ മേരി ഗോൾഡിന്റെ ഒക്കെ പോലെയുണ്ട്. അതായത് നമ്മുടെ മല്ലികയില്ലേ, ജെണ്ടുമല്ലി എന്നും അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു ഗ്രീൻ കളർ പേപ്പർ ആണ്. ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ഇപ്പൊ ഞാൻ എന്താ ചെറിയൊരു സ്ട്രോന്റെ ഷേപ്പിലോട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള സൂചിയും നൂലും ആണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ചുറ്റി വെച്ച ഗ്രീൻ കളർ പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ ഒക്കെ ഒന്ന് കോർത്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് കോർത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്ന ടൈമിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അതാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു ഓറഞ്ച് കളർ പ്ലാസ്റ്റിക് കവർ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഓറഞ്ചും യെല്ലോവും ഇടകലർത്തി കോർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല, ചെറിയ സമയം കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു ചാനലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.